റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആണവ ഭീഷണികളെ കണക്കിലെടുത്ത് പുതിയ പ്രതിരോധ നീക്കങ്ങളും ഉക്രൈനും അമേരിക്കയും ശക്തമായ നീക്കം നടത്തുകയാണ്. റഷ്യയെ ആക്രമിക്കുന്നതിനായി വിദേശ നിർമ്മിത ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനെ അനുവദിച്ചതിനാൽ നവംബർ 19 പുടിൻ തങ്ങളുടെ ആണവ നയത്തിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഈ നീക്കങ്ങൾ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയും നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കണക്കാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉക്രൈൻ സൈന്യം റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ ഇതുവരെ വരാത്ത കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. അത് എന്താണെന്നാണ് ഇനി പറയുന്നത്. റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും 500ഓളം ഉത്തര കൊറിയൻ സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത്. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സോളോത്ചക്കാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18ഓളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ ഉക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർത്തതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. 10,000ഓളം ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് എത്തിയത്. ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്തു വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്നും പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രകരശേഷിയുള്ളവയാണ്. GPS ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് ഉക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈന്റെ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായി അവകാശപ്പെട്ടിരുന്നു. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയത്. വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണ്. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ്. റഷ്യയുടെ തെക്കു കിഴക്ക് പ്രവിശ്യകളിലുള്ള സൈനികരാണ് ഉക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് 500ഓളം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. അതിനിടെ ഒന്നിലധികം ആണവായുധ ഭീഷണികൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും സുരക്ഷയെ വെല്ലുവിളിക്കുന്നതായി പ്രതിരോധ വകുപ്പ് വ്യാഴാഴ്ച പ്രസ്താവനയിലും പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആണവ പ്രതിരോധം നിലനിർത്താൻ അമേരിക്കയ്ക്ക് നിലവിലെ ആണവ നവീകരണം മതിയാകില്ല എന്നും 2022 ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ ക്രമീകരിക്കേണ്ടി വരുമെന്നും പ്രതിരോധ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി റിച്ചാർഡ് ജോൺസൺ വ്യക്തമാക്കിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബർ അവസാനത്തോടെ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പെന്റഗൺ പുതിയ തന്ത്രം ആവിഷ്കരിച്ചത്. റഷ്യൻ ഫെഡറേഷനും കൂടാതെ അല്ലെങ്കിൽ ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തമോ പിന്തുണയോ ഉള്ള ഏതെങ്കിലും ആണവ ഇതര രാഷ്ട്രത്തിന്റെ സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണം അവരുടെ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും വ്യവസ്ഥ ചെയ്യുന്ന രേഖയിൽ ഭേദഗതിയും വരുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.